ഹലോ ഗൈസ്, ഞങ്ങൾ ഒരു കല്യാണ ഫംഗ്ഷന് വന്നേക്കാണ്. ഞങ്ങളുടെ അയൽവക്കത്തുള്ള ഒരു ഫാമിലിയുടെ വലിയ കല്യാണമാണ് ഗൈസ്. കണ്ടാൻ്റെ ഓഡിറ്റോറിയം തന്നെ നല്ല അടിപൊളി ആണ്. പണ്ടപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഓഡിറ്റോറിയം. ജേക്കബ്സ് എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ പേര്. ഓഡിറ്റോറിയത്തിൻ്റെ ഡെക്കറേഷൻസാണ് ഗൈസ് കാണുന്നത്. നല്ല അടിപൊളി ഓഡിറ്റോറിയം. നല്ല VIP-കളുടെ ഒക്കെ കല്യാണങ്ങളാണ് ഇവിടെ വെച്ച് നടത്തണേന്ന് തോന്നുന്നു. കാരണം അതുപോലെ നല്ല ബഡ്ജറ്റ് വേണം എന്ന് തോന്നുന്നു കണ്ടിട്ട് തന്നെ. കണ്ടാ കയറി വരുന്നതോടെ തന്നെ ലൈറ്റിൻ്റെ ഡെക്കറേഷൻസൊക്കെ ഫുള്ളായിട്ട് ആ ഒരു ഏരിയ മൊത്തം ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചേക്കാണ്. നല്ല അടിപൊളിയിലെ നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ നല്ല അടിപൊളി ഇതാണ്. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറുകയാണ് ഗൈസ്. നമ്മൾ മെയിനായിട്ട് വരുന്നത് നല്ല നല്ല ഫുഡ് അടിക്കാം എന്നുള്ള മോഹത്തിലാണ് ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് പെണ്ണിൻ്റെ ഓരോ ഷോകൾ, അതിൻ്റെ ഇടയ്ക്ക് മിന്നലുണ്ട് കേട്ടോ. പെണ്ണിപ്പോൾ ഫോട്ടോ എടുക്കാൻ നിന്ന ഇടിയും മിന്നുണ്ട് ഗൈസ്. അപ്പം ഞാനും ഉണ്ട്, അനീത്തിയുണ്ട്, കുഞ്ഞുണ്ട്, അമ്മയുണ്ട്, പിന്നെ ചിറ്റയുടെ മോനും ഉണ്ട്. അപ്പം ഞങ്ങൾ 2 വീലറിന് വന്നു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുനിന്ന് കുറച്ചുണ്ട്, പണ്ടപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഈവനിങ് ആണ് ഫംഗ്ഷൻ വെച്ചേക്കണത്. കെട്ട് ഞങ്ങളുടെ അവിടെ അടുത്തുള്ള പള്ളിയിൽ വെച്ചിട്ടും പിന്നെ ഫംഗ്ഷൻ ഇവിടെയാണ് വെച്ചേക്കണത്. അവർ ഭയങ്കര ഫാമിലിയാണ്, ഭയങ്കര VIPs. അപ്പോൾ അതിന് ഈ ഒരു ഓഡിറ്റോറിയത്തിൽ VIP-കൾക്കാണ് ഫംഗ്ഷൻ നടത്താൻ പറ്റുള്ളൂ എന്ന് തോന്നണേ. കാരണം നല്ല അടിപൊളി ഓഡിറ്റോറിയമാണ്, നല്ല ബഡ്ജറ്റ് വേണം ഗൈസ്. അതിൻ്റെ പാർക്കിംഗ് തന്നെ ഉണ്ട്, നല്ലൊരു ഏരിയ. അപ്പോൾ ഞങ്ങളകത്തേക്ക് കയറുകയാണ്. അപ്പോൾ അതിൻ്റെ എൻട്രൻസ് തന്നെ നല്ല രസമുണ്ട്. അങ്ങനെ അകത്ത് കയറി ഗൈസ്. അങ്ങനെ അവരുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ, അവിടെ പരിപാടികളൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട്. നല്ല അടിപൊളിയാണ്. ഈ ഡൈനിങ് ഏരിയ വേറെ, ഹാള് വേറെയാണ് ഗൈസ്. അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് കണ്ടിട്ട് ഇപ്പോൾ ഫുഡ് കയറി വരുമ്പോൾ തന്നെ ഒരു ജ്യൂസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പിസ്സ ഉണ്ടായിരുന്നു. ഞങ്ങൾ പിസ്സ കഴിച്ചു, പിന്നെ ആ ജ്യൂസും കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡിലേക്ക് കടന്നു. ഞങ്ങൾ ആദ്യം ഒരു നൂൽ പൊറോട്ടയും ചിക്കൻ പെപ്പർ ചിക്കനായിരുന്നു. ഞാനും കുഞ്ഞും ഞങ്ങൾ അത് കഴിച്ചു. കുഞ്ഞിനത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ബിരിയാണി ആയിരുന്നു, ദം ബിരിയാണി, നല്ല അടിപൊളി ബിരിയാണി. ആ ബിരിയാണി കഴിച്ചു. അതിൻ്റെ കൂടെ സാലഡുകൾ പല വിധം. അപ്പോൾ അതൊക്കെ കഴിച്ച് കുറേശ്ശെ കഴിച്ചു കേട്ടോ. കാരണം മെയിൻ ഐറ്റം ഞങ്ങൾക്ക് ഐസ്ക്രീമും കേക്കുമായിരുന്നു ഗൈസ്. കേക്കിൻ്റെ പീസുകൾ, പല ടൈപ്പ് കേക്കുകൾ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ പീസാക്കി വെച്ചേക്കായിരുന്നു ഒരു ടേബിൾ നിറച്ച്. ഞങ്ങൾ അതാണ് മെയിനായിട്ട് കഴിച്ചത്. ഞാൻ കുഞ്ഞിന് ചുമയായ തന്നെ അവൾക്ക് ഐസ്ക്രീം കൊടുത്തില്ല. ഞാൻ പക്ഷേ 2 തവണ മേടിച്ച് കഴിച്ചു ഗൈസ്. അങ്ങനെ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ.